നമ്മുടെ ഇടവകയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം, നമ്മുടെ മിഖായിൽ മാലാഹയുടെ നീണ്ടൂർ സെൻറ്റ് മൈക്കിൾസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മൾ ഇത്രയും പേർ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ ഇടവകയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുകയാണ്, നിരന്തരം അപകീർത്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇടവകയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം, അവസാനിപ്പിച്ചേ മതിയാവൂ. ഏതാണ്ട് 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നീണ്ടൂർ ഇടവക കോട്ടയം അതിരൂപതയിലെ ഏറ്റവും നല്ല ഇടവകയായിരുന്നു, ഒരു മാതൃകാ ഇടവകയായിരുന്നു. ഇവിടെ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും സർവോപരി ഐക്യത്തിലുമാണ് കഴിഞ്ഞു പോന്നിരുന്നത്. ഇന്ത്യ രാജ്യത്ത് 5 മിനിറ്റ് കൊണ്ട് തീരും, 5 മിനിറ്റ് കൊണ്ട് തീരും ചേട്ടായി, 5 മിനിറ്റ് കൊണ്ട് തീരും. ഇന്ത്യ രാജ്യത്ത് പോകുന്നൊരു വഴിയുണ്ടല്ലോ, 5 മിനിറ്റ് കൊണ്ട് ഇവിടെ അവസാനിക്കും. ദയവേത് സഹകരിക്കാം. ഇന്ത്യ മഹാരാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ പൗരന്മാരായ നാം നീതിന്യായ വ്യവസ്ഥയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന, കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന നാം എല്ലാവരും ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആരെയും അകറ്റി നിർത്താനല്ല, ആരെയും മാറ്റി നിർത്താനുമല്ല ആഗ്രഹവുമില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ഒരു നല്ല സമൂഹമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 600-ന് മുകളിൽ ഇടവകക്കാരുണ്ട് ഈ ദേവാലയത്തിൽ. പല സ്വഭാവത്തിലുള്ളവരുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്, അല്പം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട്, പുറത്തുകൊണ്ട്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരു സമൂഹമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഇടവകയിലെ KCCയുടെ ഭാരവാഹികളും പ്രവർത്തകരുമുണ്ട്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ KCYLന്റെ ഭാരവാഹികളും പ്രവർത്തകരും ഇവിടെയുണ്ട്. വനിതാ സംഘടനയായ KCWയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഇവരുണ്ട്. വിൻസെൻ്റ് പോൾ, ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ എല്ലാ സംഘടനകളെയും ഭാരവാഹികളും പ്രവർത്തകരും ഇവരുണ്ട്. ഈ നീണ്ടൂർ ഇടവകയെ സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. കുറച്ച് നാളുകളായി നമ്മുടെ ഇടവകയിൽ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ നീണ്ടൂർ ഇടവക എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ ഇടവകയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പല മെസ്സേജുകളും നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ അടുത്ത് ഇവിടെയുള്ള പല ചാനലുകാരും വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലേ? ഒരു ടീം പ്രതികരിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്ന് പള്ളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇടവകയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഈ നിൽക്കുന്നവരെല്ലാം ഈ ഇടവകയെ സ്നേഹിക്കുന്ന, ഈ ഇടവകയിൽ ഇന്ന് സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മാലാഹ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാരെല്ലാം പണ്ട് കർഷക തൊഴിലാളികളും പാവപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി മാലാഹ ഞങ്ങളുടെ ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സാമ്പത്തികമായൊക്കെ ഞങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടത് ഞായറാഴ്ച ദിവസം ഈ പള്ളിയിൽ വന്ന് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഒരു കുർബാന കണ്ട് ഞങ്ങൾക്ക് മാലാഖ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഇടവക ഞങ്ങൾ എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പള്ളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ പഞ്ചായത്തിലെ പോലെ സമരങ്ങൾ നടക്കുന്ന സാഹചര്യം, കുർബാന കഴിഞ്ഞിറങ്ങി വരുന്ന വികാരിയെ പച്ചത്തെറി പറയുന്ന സാഹചര്യം, വികാരിയെ തടയുന്ന സാഹചര്യം, കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ കയറി കുർബാന മധ്യേ ബഹളമുണ്ടാക്കുന്ന സാഹചര്യം, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നുകൊണ്ട് ആണ് ഞങ്ങൾ ഇന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചോദിക്കുമ്പം ഇവിടെ എന്താണ് വിഷയമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ 2 വാർഡിലെ ഒരു കൂടാര യോഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ആ വിഷയം എന്താണെന്ന് ഞാൻ പറയാം. മറ്റുള്ള ഇടവകളിൽ നടന്ന പോലെ തന്നെ 20 സർക്കുലർ ഈ പള്ളിയിലെ പാരിഷ് കൗൺസിൽ വായിക്കുകയും ആ പാരിഷ് കൗൺസിലിൽ നിലവിലുള്ള 4 വാർഡുകളാണ് നിലവിൽ 2 വർഷം അടുപ്പിച്ച് പുരുഷന്മാരായിരിക്കുന്നത്. ആ 4 വാർഡുകൾ വനിതാ വാർഡാക്കുകയും ബാക്കി മുഴുവൻ വാർഡ് ജനറൽ വാർഡാക്കുവാനും ഞങ്ങൾ തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനം മയക്കേണ്ടതിനായിരുന്നു
ഇപ്പോൾ ഇതിനെതിരെ പറയുന്ന ആൾക്കാരും ആ പാരിഷ് കൗൺസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ആ തീരുമാനം നടപ്പാക്കി അത് നീണ്ടുപള്ളിയിലെ 15 വാർഡുകളിലും നീണ്ടുപള്ളിയിലെ 15 കൂടാരയോഗങ്ങളും അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു വാർഡിൽ മാത്രമാണ് വിഷയം ഉണ്ടായത്. ആ വിഷയം അവിടെ വനിതകളില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആദ്യം വനിതകൾ ആകാൻ വനിതകളാകാൻ തയ്യാറായില്ല. രണ്ടാമത് പ്ലീസ് നമ്മളെ ഒത്തിരി ഞങ്ങളാരും വിഷയത്തിനില്ല കേട്ടോ. ഞങ്ങളെ സമാധാനത്തിന് വേണ്ടി. അപ്പം ആ കൂടാരയോഗത്തിൽ ആ ഒരു വാർഡ് മാത്രമുള്ള വിഷയം അവിടെ അത് സംബന്ധിച്ച് ഇവർ കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് രൂപത എന്റെ തീരുമാനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം നിൽക്കുമ്പോഴും ഈ ഇടവകയിൽ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീണ്ടു ഇടവക ഒറ്റക്കെട്ടാണ്, ഒന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഇടവകയിൽ ഇടവക പ്രക്ഷോഭത്തിലേക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി ഈ ഇടവകയെ ലോകം മുഴുവൻ അപമാനിച്ച ഈ വ്യക്തികളാണ് ഇന്നിവിടെ വിഷയം ഉണ്ടാക്കിയത്. ഇവരാണ് ഈ ഇടവകയുടെ നാശം. ഇവരാണ് ഈ ഇടവകയെ നാശോന്മുഖമാക്കുവാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇടവകയിലെ വിശുദ്ധ മിഖായേൽ റേസ് മാലാഖയുടെ പ്രധാന തിരുനാൾ ലോകം മുഴുവനും നീക്കാര് വരാൻ സാധിക്കാത്തവരെല്ലാം ഓൺലൈനിലൂടെ കണ്ട് അവര് മാലാഖയെന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നീണ്ടൂരിലുള്ളത്. ഈ തിരുനാളിനെ അലങ്കോലമാക്കിക്കൊണ്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നീണ്ടൂർ പള്ളി വികാരിയുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള നിന്ദ്യവും ഹീനവും വികലവുമായ ഒരു നടപടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിക്കെതിരെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ വികാരിയച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയെ കുറിച്ച് ഈ നാട് മുഴുവൻ അപഖ്യാതി പറഞ്ഞു വരുത്തിയത് ഇവരാണ്. ഇവര് വന്ന അന്ന് മുതല് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ് അച്ഛനെ തേജോവധം ചെയ്യുന്നതിനും വ്യക്തിഗത നിർത്തുന്നതിനുമാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇവര് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, നീണ്ടൂർ പള്ളിയിലെ വികാരിയച്ഛനാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. സത്യമായി നീണ്ടൂർ പള്ളി വികാരിയച്ഛൻ ഒരൊറ്റ കേസും ഈ ഇടവകയിലെ ഒരാൾക്കെതിരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പകരം നീണ്ടൂർ പള്ളി വികാരിക്കും നീണ്ടൂർ പള്ളിക്കുമെതിരെ കോടതിയിൽ കൊടുത്തുകൊണ്ട് ഈ ഇടവകയിൽ അക്ഷരമാക്കുവാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതിന്റെ പരിണിതഫലമായി ഇവിടെ പാരിഷ് കൗൺസിൽ കൂടാൻ സാധിക്കുന്നില്ല, കൂടായോഗം നടക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ സംഘടനകൾക്കൊന്നും പ്രവർത്തിക്കുവാനുള്ള അവസരം ഇന്നില്ല. ഇതിനെ നിശ്ചലമാക്കി ഈ വികാരിയെ വീർപ്പ് മുട്ടിക്കുവാനുള്ള ശ്രമമാണ് ഇവര് നടത്തിയിരിക്കുന്നത്. നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ വർഷം നടന്ന 2 പൊതുയോഗങ്ങളിൽ ഇവര് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയും നീണ്ടൂർ പള്ളിയുടെ വികാരിയെയും കണക്കനെയും ദേഹോപരിചയം ഏൽപ്പിക്കാൻ അച്ഛൻ ഒരു കേസും ഇന്നുവരെ കൊടുത്തിട്ടില്ല. നീണ്ടൂർ പള്ളിയുടെ പൊതുയോഗത്തിന്റെ പുസ്തകം തട്ടിപ്പറിച്ചെടുത്ത് ആ പുസ്തകത്തിൽ കുത്തിവയ്ക്കുകയും വികാരിക്ക് മാത്രം എഴുതുവാൻ അവകാശമുള്ള പുസ്തകത്തിൽ തങ്ങൾക്ക് തോന്നിയത് എഴുതി പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇടവകയെ നാശത്തിന്റെ പക്കലേക്ക് കടത്തിവിടുവാനുള്ള അക്ഷീണ പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഇടവകയിൽ ശാന്തിയും സമാധാനവും പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. ആ കുർബാനയെ, വിശുദ്ധ കുർബാനയെ പള്ളിക്കകത്ത് നിന്ന് കൂവിയ അവഹേളിക്കുകയും കുർബാന കഴിഞ്ഞ് ആളുകളെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ
ആനവാദത്തിൽ നിന്നുകൊണ്ട് അസഭ്യമായ ഭാഷയിൽ വളരെ മ്ലേച്ഛമായിട്ട് നാട്ടുകാരെ ചീത്ത വിളിക്കുകയും ചെയ്ത അവസരത്തിലും ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഇവിടെ നീണ്ടൂർ പള്ളിയുടെ ആനവാദിക്കൽ അവരെ കുത്തിയിരുന്നുകൊണ്ട് നീണ്ടൂർ പള്ളിയെ അവഹേളിക്കുന്നതിന്, നീണ്ടൂർ പള്ളിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അപമാനിക്കുന്നതിന് വേണ്ടി പ്ലാക്കാർഡും പിടിച്ച് ഏതാണ്ട് രാഷ്ട്രീയക്കാര് നിരന്നു കുത്തിയിരുന്ന് അവരുടെ സമരം നടത്തുന്നത് പോലെ ഇവിടെ സമരം നടത്തി. ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല. നിങ്ങൾക്കറിയുമോ, ഈ ഇടവകയിലെ ഏറ്റവും വിശുദ്ധമായി ഞങ്ങൾ പരിപാലിക്കുന്ന അൾത്താരയിൽ വെച്ച് വിശദീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വികാരിച്ചതല്ല, അച്ഛന് പകരം മറ്റൊരു അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വിഭൂതി തിരുനാളിൽ ആ വിഭൂതിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അച്ഛൻ വെഞ്ചരിച്ചു തന്ന ആ വെഞ്ചരിച്ച കരിയിൽ കൈമുക്കി എല്ലാവരെയും കുരിശു കൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരിലൊരാള് അച്ഛന്റെ കൈ തട്ടിമാറ്റി ആ വിഭൂതിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരി അതിനെ മലീമസമാക്കിയ അതിനും ഞങ്ങളാരും ഒന്നും പ്രതികരിച്ചില്ല. ഒരു വ്യക്തിയുടെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഇടവകയിൽ സമാധാനത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഈ ഇടവകയിൽ സമാധാനത്തോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഞങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇവര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീണ്ടൂർ പള്ളിയുടെ അതിർത്തിക്കുള്ളിൽ 50-ൽ പരം കിടപ്പ് രോഗികളുണ്ട്. പള്ളിയിൽ വരാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ അർപ്പിക്കാനോ സാധിക്കാത്തവര്. ആ 50 പേർക്ക് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന വീടുകളിൽ കൊണ്ടുകൊടുക്കുവാനും അവരെ കുമ്പസാരിപ്പിച്ച് കുർബാന സ്വീകരിപ്പിക്കുവാനും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ആ വികാരി അച്ഛന് ഒരു വണ്ടി പോലും അറേഞ്ച് ചെയ്ത് കൊടുക്കുവാൻ ഇവിടുത്തെ കൈക്കാരന്മാർ മുതിർന്നിട്ടില്ല. പകരം അച്ഛനച്ഛൻ്റെ സ്വന്തം വണ്ടിയിൽ ഡ്രൈവ് ചെയ്തു പോയാണ് ഈ 50 പേർക്കും വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. ഒന്ന് അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇടവകയുടെ നന്മയ്ക്കോ നാശത്തിനോ. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ കൂടിയിരിക്കുന്നത് നീണ്ടൂർ ഇടവകക്കാരാണ്. വിളിച്ചു വരുത്തിയ ആരുമില്ല, വിരുന്നുകാരുമില്ല. നീണ്ടൂർ ഇടവക പ്രക്ഷോഭത്തിലേക്കല്ല എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെയുള്ള വനിതകളോട് എന്തുകൊണ്ട് ഇവർ അനീതി കാണിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇവിടെയുള്ള വനിതകളെ ഇവരെ സംബോധന ചെയ്ത ഒരു രീതി, അത് ഒരിക്കലും നമുക്ക് പുറത്ത് പറയാനേ സാധിക്കില്ലാത്തൊരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ പേര് പറഞ്ഞോ വാക്ക് പറഞ്ഞോ നമ്മൾ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല. സമൂഹ മാധ്യമത്തിലൂടെയാണ് നിങ്ങൾ വിചാരിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ഇവരിത് സംസാരിച്ചപ്പോൾ എത്രമാത്രം നമ്മൾ അപമാനിതരായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ തിരുബാല സഖ്യത്തിലെ കുട്ടികൾ, നിങ്ങൾക്കറിയാവോ, തിരുബാല സഖ്യം എന്ന് പറഞ്ഞാൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ നമ്മുടെ രൂപതയിൽ നിന്ന് സമ്മാനം മേടിച്ചപ്പോൾ സ്നേഹനിധിയായി ഞങ്ങളുടെ വികാരി അച്ഛൻ പിള്ളേരെ ഇങ്ങനെ ചേർത്ത് നിർത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിലിട്ടു. ആ ഗ്രൂപ്പിലിട്ടപ്പോൾ അതിന്റെ അടിക്കുറിപ്പ് വന്നോ നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് റെഡ് സ്ട്രീറ്റ്, ബോംബെ റെഡ് സ്ട്രീറ്റ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പോലെയാണെന്നാണ് അവർ അടിക്കുറിപ്പിട്ടത്. ഈ കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ നാളെ വിളിച്ചാൽ എന്തെങ്കിലും പ്രോഗ്രാമിന് വരുമോ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളെ ബഹുമാനിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിന് അവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മറ്റേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓരോരുത്തർക്കും ഇവിടെ സംസാരിക്കാനുള്ള അവകാശം, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും ഒത്തിരിയേറെ ഇതുപോലെ കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഇതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുക ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിന്റെ പുറകെ പോകുന്നതായിരിക്കും. ഞങ്ങളുടെ സംസ്കാരം കൊണ്ടും ഞങ്ങളുടെ മര്യാദ കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇത്രയും നാളും ആത്മസംവരണം കാഴ്ചത്. ഞങ്ങളുടെ ഇവിടുത്തെ മുതിർന്ന ഒത്തിരി വിവരമുള്ള ആൾക്കാർ എല്ലാം പറഞ്ഞുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഞങ്ങളുടെ വനിതകളെ ഈ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ് ഞങ്ങളെ അപമാനിച്ച ഇവരെ ഞങ്ങളുടെ കൂടാരയോഗത്തിനോ കൈക്കാരന്മാരായിട്ടോ ആരുമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനെ ഞങ്ങൾക്ക് തിരുസഭ തന്നാലും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് ഈ നിൽക്കുന്ന
എൻ്റെ ഈ ചേച്ചിയുടെ അഭിപ്രായം അല്ല. ഈ ചേച്ചിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തതേ ഉള്ളൂ പറഞ്ഞതിന് കാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായ ഒരു കുർബാന കാണുവാനുള്ള ഒത്തിരി അധികം വലിഞ്ഞു മേന്തിയും വന്ന് ഈ പള്ളിയിൽ വരുന്ന കാർന്നോമാരുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇനിയും ആൾക്കാർ വരാറുണ്ട്. അവർ ഞങ്ങളുടെ കാർന്നോമാർക്ക് കൂട്ടിരിക്കുന്നവരാണ്. അവർ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് വരുന്നത്. അല്ലാതെ അവർ പറയുന്ന പോലെ വിരലേൽ എണ്ണാവുന്ന കഴിഞ്ഞ പ്രാവശ്യം പ്ലക്കാർഡ് പിടിച്ച ആൾക്കാരല്ല ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഞങ്ങൾ ആരും ഇവരെ വിളിച്ചോണ്ട് വന്നോ വണ്ടി വിട്ട് വിളിച്ചോണ്ട് വന്നോ ഒന്നുമല്ല. ഇത് മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ സമൂഹവും രൂപതയും മനസ്സിലാക്കണം. ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരുണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളാണ്. ഇനി ഇതുണ്ടായാൽ ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. KCVനാണെങ്കിലും ഒരു പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കുന്നില്ല. ഇവർ വ്യക്തിപരമായ രീതിയിലുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി വെക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെ ഒരു പരിപാടി നടത്താനും പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര മോശമായ കാര്യങ്ങളാണ്. നമുക്ക് സമാധാനം വേണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പരിപാടി ഒരു ഒറ്റ മിനിറ്റ് കൂടെ. നമ്മൾ ഈ 2 വാർഡിലെ വിഷയം പറഞ്ഞു. ഇവർ പറയുന്നുണ്ട് 2 വാർഡിൽ സാധ്യതകൾ ആയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ആ ചേച്ചിയെ മാത്രം ഒന്ന് കാണിക്കാം. ചേച്ചി സംസാരിക്കാൻ തയ്യാറല്ല. ചേച്ചി പറഞ്ഞത് ചേച്ചി 2 വാർഡിലെ ഇവിടുത്തെ വിഷയം തീർക്കാൻ 2 വാർഡിലെ പ്രസിഡന്റ് ആകാൻ തയ്യാറായിട്ട് വന്നാണ്. ആ ചേച്ചിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് വീണ്ടും ഈ വിഷയം എരുതിയിൽ എന്നെ വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചേച്ചിയാണിത്. ഈ ചേച്ചി അവിടെ പ്രസിഡന്റ് ആകാൻ തയ്യാറായി വന്നതാണ്. നമ്മൾ ജ്ഞാനായ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഈ ഇടവകയിലെ KCCയുടെ സെക്രട്ടറി ശ്രീ ജിജോ കിരിമോളിനെ നമ്മുടെ സത്യപ്രതിജ്ഞ ചെല്ലുവാനായി ഒരു വാക്ക് സംസാരിച്ച് സത്യപ്രതിജ്ഞ ചെല്ലുവാനായി ക്ഷണിക്കുന്നു. ഈ കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. അത് കൂടുതലൊന്നും പറയാനില്ല. ഈ ഇടവകയിൽ സമാധാനവും ഐക്യം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞയിലേക്ക് കിടക്കുകയാണ്. ക്നായിത്തൊമ്പൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കും. ക്നായിത്തൊമ്പൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ക്നായിത്തൊമ്പൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ ജീവൻ നൽകി തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. താങ്ക് യു. ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി പള്ളിയിൽ ഒരു കുർബാന കാണണം. അത് ഏത് ശക്തികൾ എതിർത്താലും ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങൾ പള്ളിയിൽ ചുമ്മാ കൂവുകയും തെറി അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാചകങ്ങൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ അകർഷണ കണ്ടില്ലേ? ഞങ്ങളാരും അവർ സംസാരിച്ചപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാറ് നിങ്ങൾക്കറിയാവുന്നല്ലേ? നിങ്ങൾ ഇതിന്റെ മുമ്പ് നിങ്ങൾ വന്നപ്പം ഞങ്ങളോട് മാറിയപ്പോൾ ഞങ്ങളാരും മിണ്ടിയില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞങ്ങൾ ഒരു 2 വാക്ക് സംസാരിക്കാൻ വന്നപ്പം അവരെന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലായി. ഞങ്ങളാരും വിഷയത്തിൽ പോകത്തില്ല. ഈ ഇടവക സമാധാനം വേണ്ടത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറെ ഒരു വിഷയമില്ല. അച്ഛന്മാര് ഇന്ന് വരും നാളെ പോകും. എല്ലാവർക്കും 2 വർഷം 3 വർഷം കൊണ്ട് അച്ഛന്മാരെല്ലാം പോകും. ഞങ്ങൾ ഇടവക്കാർ ഒന്നിച്ചിരിക്കണം. ആ ഒരു വിചാരം ഞങ്ങൾക്കുണ്ട്. ആ വിചാരം അവർക്കൊന്നും ഉണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേക്കൂടെ മാത്രമല്ല അവർക്ക് വണ്ടിയും കൊണ്ട് പോകണം കിട്ടിയ അതുപോലെ ആ വഴി വളരെ ഭംഗിയായിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇത് ബോധപൂർവം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം. ഒരു കാര്യം ഉറപ്പാണ്, ഇവരെന്തു പറഞ്ഞാലും നീണ്ടൂർ പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ പുതുപ്പറമ്പൻ അങ്ങേതാഗ്രഹിച്ചാൽ മാത്രം, അല്ലെങ്കിൽ കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്നങ്ങനെ മാറ്റുന്നു അന്ന് മാത്രമേ അങ്ങേര് ഈ പള്ളിയിൽ നിന്നും പോകത്തുള്ളൂ. ആ കാര്യം ഉറപ്പാണ്. ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാനൊക്കെ എല്ലാം യോഗ്യനായ നല്ല അച്ഛനാണ് ഞങ്ങൾക്ക് അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല.